രഘുപതി രാഘവ രാജാ രാം പതിത പാവന. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നോത്തരിയാണ്. 50-ൽ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇതിനകത്തുണ്ട്. ഇതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അതേപോലെ എനിക്ക് വലിയ അറിവുകളൊന്നുമില്ല, ഉള്ള അറിവ് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇതിനു മുമ്പ് സ്വാതന്ത്ര്യ ദിനവുമായിട്ട് ബന്ധപ്പെട്ട 1-2 പ്രശ്നോത്തരി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കും കൂടെ ഇതിൽ കൊടുക്കാം. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് എന്താണ്? 1857-ലെ വിപ്ലവം. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എന്നാണ്? 1857 മെയ് 10. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരാണ്? മംഗൾ പാണ്ഡെ. ഡെവിൾസ് വിൻഡ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സംഭവം ഏത്? 1857-ലെ വിപ്ലവം. 1857-ലെ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ നിന്നാണ്? മീററ്റിൽ നിന്ന്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് മേധാവി ആരാണ്? ജനറൽ ഡയർ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരി ആര്? താന്തിയ തോപ്പി. ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏറ്റവും കൂടുതൽ വ്യാപിച്ച സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്. കാൺപൂരിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? നാനാ സാഹിബ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ റിഹേഴ്സൽ എന്ന് വിശേഷിപ്പിച്ച കലാപം ഏതാണ്? വെല്ലൂർ കലാപം. 1857-ലെ വിപ്ലവത്തിലെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആര്? റാണി ലക്ഷ്മിഭായ്. 1857-ലെ വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വിനായക് ദാമോദർ സവർക്കർ. 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? വി.ഡി. സവർക്കർ. ബംഗാൾ വിഭജനം നടന്ന വർഷമേത്? 1905. ബംഗാൾ വിഭജനം റദ്ദു ചെയ്തത് ആരാണ്? ഹാർഡിഞ്ച് പ്രഭു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? ദാദാഭായ് നവറോജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആര്? ജി.പി. പിള്ള. 1876 ഇന്ത്യൻ അസോസിയേഷൻ എന്ന സംഘടന രൂപീകരിച്ചത് ആര്? സുരേന്ദ്രനാഥ് ബാനർജി. വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തുകയും പിന്നീട് സന്യാസിയാവുകയും ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? അരവിന്ദ് ഘോഷ്. രാജ്യദ്രോഹികളുടെ ഫാക്ടറി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സംഘടന ഏത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ആര്? ജെ.ബി. കൃപലാനി. ഓഗസ്റ്റ് 15 ജന്മദിനമായ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? അരവിന്ദ് ഘോഷ്. ഓഗസ്റ്റ് 15 ചരമദിനമായ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? സർദാർ അജിത് സിംഗ്. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം? 1896-ലെ കൊൽക്കത്ത സമ്മേളനം. ജനഗണമന ആദ്യമായി ആലപിച്ച സമ്മേളനം ഏത്? 1911-ലെ കൊൽക്കത്ത സമ്മേളനം. മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏത്? ചമ്പാരൻ സത്യാഗ്രഹം.
തമിഴ്നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? സി രാജഗോപാലാചാരി. ഉപ്പ് സത്യാഗ്രഹത്തിന് പയ്യന്നൂരിൽ നേതൃത്വം നൽകിയത് ആരാണ്? കെ കേളപ്പൻ. ഉപ്പ് സത്യാഗ്രഹത്തിന് ബേപ്പൂര് നേതൃത്വം നൽകിയത് ആരാണ്? മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. ഉപ്പ് സത്യാഗ്രഹ ജാഥ സമയത്ത് ഗാന്ധിജിയും അനുയായികളും ആലപിച്ച ഗാനമേത്? രഘുപതി രാഘവ രാജാറാം എന്ന് തുടങ്ങുന്നത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആര്? ജവഹർലാൽ നെഹ്റു. അടയാർ ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ആനി ബസന്റ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അവസാന ബഹുജന മുന്നേറ്റം എന്നറിയപ്പെടുന്നത് എന്താണ്? ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം. ബ്രിട്ടീഷുകാർക്കെതിരായി കേരളത്തിൽ നടന്ന ആദ്യ കലാപം? ആറ്റിങ്ങൽ കലാപം. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ്. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് എന്ന്? ആഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ പ്രമേയവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന പ്രക്ഷോഭം ഏതാണ്? കീഴരിയൂർ ബോംബ് കേസ്. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ വൈസ്രോയി ആരായിരുന്നു? മൗണ്ട് ബാറ്റൻ പ്രഭു. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച ദിവാൻ ആരാണ്? വേലുത്തമ്പി ദളവ. ഗുജറാത്ത് സിംഹം എന്നറിയപ്പെടുന്ന ദേശീയ നേതാവ് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും. ഇത് ആരുടെ വാക്കുകളാണ്? ബാലഗംഗാധര തിലക്. ബംഗാൾ വിഭജനത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച പ്രസ്ഥാനം ഏത്? സ്വദേശി പ്രസ്ഥാനം. അഹമ്മദ് നഗർ കോട്ടയിൽ തടവിൽ കഴിഞ്ഞ കാലത്ത് ജവഹർലാൽ നെഹ്റു രചിച്ച കൃതി ഏത്? ഇന്ത്യയെ കണ്ടെത്തൽ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ചിഹ്നമായി കണക്കാക്കുന്നത് എന്താണ്? താമരയും ചപ്പാത്തിയും. ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ചൗരി ചൗര സംഭവം നടന്ന വർഷമേത്? 1922. ഇൻകിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഇന്ത്യയിൽ ഉയർത്തിയത് ആരാണ്? ഭഗത് സിംഗ്. ദേശബന്ധു എന്നറിയപ്പെടുന്നത് ആരാണ്? സിയാർ ദാസ്. സാരേ ജഹാം സെ അച്ച എന്ന ഗാനം രചിച്ചത് ആരാണ്? മുഹമ്മദ് ഇക്ബാൽ. മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടത് എപ്പോൾ? 1948 ജനുവരി 30. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ബ്രിട്ടീഷ് രാജാവ് ആരായിരുന്നു? ജോർജ് അഞ്ചാമൻ. ഗാന്ധി ഇർവിൻ സന്ധി നടന്ന വർഷമേത്? 1931. ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ഭരണം സ്ഥാപിക്കുന്നതിന് കാരണമായ യുദ്ധം ഏത്? പ്ലാസി യുദ്ധം. INAയിൽ പ്രവർത്തിച്ച പട്ടാളക്കാരുടെ വിചാരണ നടന്ന സ്ഥലം ഏത്? റെഡ് ഫോർട്ട്. ബ്രിട്ടീഷ് രാജ്ഞിയുടെ ഭരണത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കോഴിക്കോട് നഗരത്തിൽ രാജ്ഞിയുടെ പേരിൽ നിർമ്മിച്ച നിർമ്മിതി ഏത്? ടൗൺ ഹാൾ. മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏത്? ചമ്പാരൻ സത്യാഗ്രഹം.
ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് എപ്പോൾ? 1917. ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനം ഔദ്യോഗികമായി ആരംഭിച്ച ദിവസം ഏത്? 1920 ആഗസ്റ്റ് 1. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ചിലർക്കെങ്കിലും ഇതൊരു ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം.